കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധം അറിയിക്കുന്നു. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിട്ട് യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടി എന്ന് വേണം ഈ സുവിശേഷം എല്ലാവരും അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകളെ കളിയാക്കുകയും നിന്ദിക്കുകയും കല്ലെറിയിച്ച ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിന്ദിക്കുകയും ഒക്കെ ചെയ്ത ആളുകളായിരുന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഇറങ്ങി വരുവാൻ കാരണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളെ തെരിയത്ര എന്നുള്ള ആ സന്ദേശമാണ്. പാപത്തിലായിരുന്ന ഞങ്ങളൊക്കെ, പാപത്തിന്റെ വടുക്കിലായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ സന്ദേശം ഇറങ്ങി വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും അതുകൊണ്ട് തന്നെ ഈ സത്യസുവിശേഷം നിങ്ങളുടെ കാതിൽ എത്തിക്കുവാനും മുഖാന്തരമാക്കിയിരിക്കുന്നത്. ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗമത്രധികമായി സന്തോഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആരാണ് പാപി എന്ന് ചോദിച്ചാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നത് സകല മനുഷ്യരും പാപികളത്ര എന്നാണ്. പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ രസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഒരുപാട് പണം കൊടുക്കൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് ഐക്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാപത്തെ മാറ്റുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യനെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സുവിശേഷ സന്ദേശമാണ് ഞാനിവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അപ്പൊ പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ, പാപത്തിൽ നിന്നായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? രക്തം ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി പരിശോധിച്ച് രക്തത്തെ മാറ്റി പുതിയ രക്തം കയറ്റാൻ നോക്കിയാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ മേൽ വരിക. എന്നാൽ പാപമില്ലാത്തവനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്തൊരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യസുവിശേഷമാണ് നിങ്ങളുടെ കാതുകളിൽ ഇഷ്ട കഴിഞ്ഞ സമയവും മുടങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യവും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്ത് സന്തോഷം കണ്ടെത്തി ജീവിച്ച ജീവിതമായിരുന്നു. ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസുകാർക്കും നാട്ടുകാർക്കും സ്വന്തക്കാർക്കും ഒരു തലവേദനയുമായ ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കുവാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടിയത് സുവിശേഷമാണ്. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളും വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നരക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ നിത്യമായ ജീവിതത്തിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ, പാപത്തിലൂടെ ജീവിക്കുമ്പോൾ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടി ഒരുപാട് പണം മുടക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ഒരേ ഒരു മാർഗമാണ് യേശുവിന്റെ മാർഗമാണ്. എങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ പാപത്തിലേക്ക് പോകുവാൻ കാരണമായത്? ആദ്യ മനുഷ്യനെ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിനുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച നിമിത്തം ദൈവത്തിന് അകന്നു പോകാനിടവന്നു. അകന്നുപോയ മനുഷ്യനെ പിന്നെയും തേടി ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വരികയും എന്റെയും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറയെ ബന്ധിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് വീണ്ടും ഞാൻ മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രവർത്തിക്കുന്ന യാസന വേളയിൽ ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിന് നഷ്ടപ്പെടുന്നത് എന്താണ് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നു. ഇന്ന് നമുക്കൊരു കുഴപ്പമൊന്നും ഇല്ല.
നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം മരിച്ചു കഴിഞ്ഞുള്ള വാസനയെക്കുറിച്ച്. ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ 80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം, ദൈവത്തോട് കൂടെ നിത്യമായ ഒരു രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം ജീവിതം നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം ജീവനായ ക്രിസ്തുവിനെ കൂടെ വസിക്കുവാനുള്ള ആ ജീവനിലേക്കാണ് ഞങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാനുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവത്തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹത്തെയാണ് ഞാൻ ഇന്നിവിടെ ഉയർത്തി കാണിക്കുന്നത്. മരണം എന്നത് അവസാനമല്ല. പലരും മരണം കൊണ്ട് രക്ഷപ്പെട്ട് മരണിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കകത്തു നിന്നും മോചനം പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനമുണ്ട്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുകയല്ല, ഒരു ന്യായവിധി നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ന്യായവിധിയിൽ യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും, യേശുവിനെ അംഗീകരിക്കുന്ന സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയില ചെന്നെത്താൻ പോകുന്നത്. ആ തീപ്പൊയിൽ ചെന്നെത്താതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ ഒരുപാട് ആളുകൾ കളിയാക്കി നിന്ദിക്കുക ചെയ്യുമ്പോഴും പിന്നെയും മടിയില്ലാതെ മറയില്ലാതെ വന്ന് വിളിച്ചു പറയാൻ കാരണമാക്കിയിരിക്കുന്നത് ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ്. ഞങ്ങളറിഞ്ഞ സത്യം, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിനടുക്കൽ പോകാൻ കഴിയില്ല എന്നുള്ള ഈ സത്യത്തെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തെ കടിച്ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. മടങ്ങി വരുവാൻ കിട്ടുന്ന ഈ സന്ദർഭം നാം വൃതമാക്കി കളയരുത്. ഒരു പക്ഷേ സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വവും വിശ്വസിച്ച് നമുക്ക് ദൈവശക്തിയുമാകുന്നു. അത് ഈ സന്ദേശം ജീവനിലേക്കുള്ള സന്ദേശമാണ്, രക്ഷയിലേക്കുള്ള സന്ദേശമാണ്, ജീവന്റെ പുസ്തകത്തിൽ പേരിരിക്കുന്ന സന്ദേശമാണ്. മടങ്ങി വരുവാൻ കിട്ടുന്ന അവസരങ്ങൾ നാം പാഴാക്കി കളയരുത്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ആയതിനാൽ